ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജീസ് എങ്ങനെയാണ് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയാം. അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടിപ്പോൾ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള അവരുടെ ഒരു എനർജി നോക്കാം. Nine of Wands, Five of Swords, Five of Cups, Devil, Four of Wands, Ten of Pentacles, Ten of Swords, Knight of Swords, Death, Tower, Three of Cups, Three of Pentacles, King of Swords, Strength, the World, Five of Pentacles. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ നിൽക്കുന്നൊരവസ്ഥയാണ്. രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ പല കാരണങ്ങളുണ്ടാവാം. എന്താണെന്നുണ്ടെങ്കിലും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, പരസ്പരം പൊരുത്തപ്പെടാൻ സാധിക്കാത്ത ആ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമുള്ള എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പരസ്പരമുള്ള ഒരു പോരുവിളി, അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്താനുള്ളൊരു പ്രവണത, ആ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി, എനിക്ക് വിൻ ചെയ്യണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റൊക്കെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് സാധാരണയായിട്ടൊരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ കുറച്ചൊരു ഹൈ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരാൾ വിട്ടുകൊടുത്തെന്ന് വരാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടൊന്നും ഒരു കാംനെസ്സിലേക്ക് പോകാറുണ്ട്. പക്ഷേ രണ്ടുപേരും ഫൈറ്റിംഗ് മെൻറ്റാലിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ കട്ടക്ക് നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയില്ലേ, എന്ന് പറയുന്നത് പോലെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വളരെയധികം പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കും. പ്രശ്നം കുറയുന്നതിന് പകരം എപ്പോഴും കൂടുതലായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നഷ്ടബോധവും കാര്യങ്ങളൊക്കെ നമുക്കവിടെ അനുഭവപ്പെടുന്നതായിട്ട് കാണാം. ചിലപ്പോൾ ഈ പരസ്പരം ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം, അല്ലാന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ട് എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതിയിൽ, അതായത് നമ്മൾ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ, അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പാണ്, ഈവൻ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും എന്നെ മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനിങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ അവളിങ്ങനെ ചെയ്തത് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് ഒന്നും കൂടി അവരോടുള്ള ദേഷ്യവും വാശിയൊക്കെ കൂടുകയാണ്. അപ്പോൾ ആ ഒരു തരത്തിലുള്ളൊരു സംഗതി നമുക്ക് കാണാം. ഒരു പക്ഷേ ഈ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ആദ്യമായിട്ട് സംഭവിക്കുന്നതായിരിക്കില്ല. പാസ്റ്റിലും ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം. കാരണം നമ്മളിവിടെ നോക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്ന് നടന്ന് ടയേർഡായിട്ടുള്ള ആ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു സംഭവങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിൽ നമ്മൾ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പാണ് ഇപ്പോൾ നോക്കുന്നത്, അതല്ല ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ചില സ്പ്രെഡ് എടുക്കുമ്പോൾ കാണാം അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വിട്ടുപോവാതെ നിൽക്കാറുണ്ട്. അത് ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ കൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അതൊരിക്കലും മറക്കാൻ പറ്റാത്തത് കൊണ്ട്, പല കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഭൂരിഭാഗം വ്യക്തികളിലും അങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, പാച്ചപ്പ് ആവുന്നു,
വീണ്ടും ഒന്ന് ഓണാവുന്നു എന്നുള്ളൊരു സംഗതി അവരുടെ റിലേഷൻഷിപ്പിൽ പതിവായിരിക്കും. അങ്ങനെയുള്ള പതിവായിട്ട് ഇതിനകത്ത് കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മടുപ്പ്, വിശ്വാസക്കുറവ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സംശയത്തോടെ നോക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ളൊരു വാദിക്കല്, ഇതെല്ലാം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്താണ് എന്നുള്ള രീതിയിൽ കാണിക്കാനായിട്ട് ചിലപ്പോൾ ശ്രമം ഉണ്ടായെന്ന് വരാം. കാരണം ഇതിൽ ചിലപ്പോൾ കൂടുതൽ വ്യക്തികൾക്കും ഒരു ഫാമിലിയിലുള്ള ഒരു പേഴ്സണോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഫാമിലി പോലെ കണ്ടിരുന്ന ഒരു വ്യക്തിയോ ആയിരിക്കും. അതായത് നിങ്ങളുടെ തേർഡ് പാർട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഒരുപക്ഷെ തേർഡ് പാർട്ടി അവരുടെ ഫാമിലിയിലുള്ളൊരു വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെയുള്ളൊരു കണക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ ഭയങ്കര സ്നേഹമാണ് എന്ന് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ആണെന്നുണ്ടെങ്കിൽ തോന്നിപ്പിച്ചിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഡെപ്തുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് ഇത് പോയിട്ടുള്ളതെങ്കിലും, പക്ഷേ അങ്ങനെയല്ല. ഇതിനകത്ത് നമുക്ക് ആ ഒരു ടോക്സിസിറ്റി കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും വളരെ സ്നേഹം കാണിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ആ ഒരു സെലിബ്രേറ്റ് ചെയ്തൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് പബ്ലിക്കിൻ്റെ മുമ്പിൽ. പക്ഷെ അങ്ങനെ കാണിച്ചിട്ടും അവരുടെ വീട്ടിലെപ്പോഴും അടിയും ബഹളവും ആണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കാണിക്കാനുള്ളൊരു സംഗതി മാത്രമായിട്ട് മാറാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അതിനകത്ത് ഒരു ടോക്സിസിറ്റി ചിലപ്പോൾ വളരെയധികം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നൊരു പ്രവണത, ഭയങ്കരമായിട്ടുള്ളൊരു പൊസസീവ് നേച്ചർ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ജയിക്കണം എന്നുള്ളൊരു വാശി, അതൊക്കെ വരുമ്പോഴത്തേക്കുണ്ടാവുന്ന ഒരു പ്രശ്നങ്ങൾ നമുക്കിവിടെ കാണാം. ഇനി അതുപോലെ തേർഡ് പാർട്ടി ഫാമിലിയൊക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ എത്രയൊക്കെ പൊരുത്തക്കേടുണ്ടെങ്കിലും ചിലപ്പോൾ വിട്ടു പോകാൻ നോക്കിയിട്ടും പറ്റാതിരിക്കുന്നത്, അത് നമ്മൾക്ക് അവിടെ ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ എന്നൊക്കെയുള്ളൊരു കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഉപേക്ഷിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. കാരണം ആ ഒറ്റ ഫാക്ടർ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒറ്റ എലമെൻ്റ് ആയിരിക്കും അവരെ അതിനകത്ത് പിടിച്ചു നിർത്തുന്നത്. പക്ഷേ വേറെ വല്ലവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പണ്ടേ ഇറങ്ങി പോന്നാനെ എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെയുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു രീതിയിലൊക്കെ വളരെയധികം നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്നു, അത്രയും കെട്ടുറപ്പുള്ള ഒരു ബന്ധമാണെന്നൊക്കെ തോന്നിച്ചിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷേ അത് മുകളിൽ കാണുന്നൊരു വശമാണ്. അതിൻ്റെ താഴെ ഭാഗം അല്ലെങ്കിൽ ആ ഒരു ഷാഡോ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ളൊരു ടോക്സിസിറ്റി തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടുണ്ട്. അവരുടെ മനസ്സിലെങ്കിലും എൻഡായി പോയിട്ടുള്ളൊരു കണക്ഷനാണിത്. അതായത് അതിനകത്ത് ഒരു വലിയ രീതിയിലുള്ള ഒരു വിശ്വാസവഞ്ചന, അല്ലാന്നുണ്ടെങ്കിൽ പാടെ തകർത്ത് കളഞ്ഞു പോയി എന്നൊക്കെ വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു സംഗതി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു പാർട്ട്ണർ വളരെയധികം ആംഗ്രിയാണ്. മേ ബി നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കണം. വളരെയധികം ദേഷ്യപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ ചിലപ്പോൾ ഇട്ടുപേക്ഷിച്ച് പോകുന്ന ഒരു അവസ്ഥയോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടാവും. 2 പേരും ഈ പറഞ്ഞ പോലെ ദേഷ്യക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു തകർച്ച ഇതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഒരു അവസാനത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുന്നത് നമുക്ക് ആ ഒരു ടവർ എനർജിയാണ് ഡെത്തിന് ശേഷം. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി പെട്ടെന്ന് സഡനായിട്ട് ഒരു തകർച്ചയിലേക്ക് ചിലപ്പോൾ പോയിട്ടുണ്ടാവാം. കാരണം ഈ പറഞ്ഞതുപോലെ വഴക്കുണ്ടാവുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് ശേഷം ഒരു സൈലൻസ് ആയിരിക്കും. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സംസാരിച്ച് മിണ്ടുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിലും പെട്ടെന്നൊരു ദിവസം പല കാര്യങ്ങളും തകർന്ന് തരിപ്പണമായിട്ട് പോവാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സംഗതി ഇതിനകത്ത് നടന്നിട്ടുണ്ടാവണം. അതായത് എല്ലാം കൂടി ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ മനസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടക്കി വെക്കുന്നവർക്കും ഇങ്ങനെയുള്ളൊരു സംഗതികൾ ഉണ്ടാവാറുണ്ട്. അതായത് മനസ്സിനകത്ത് അടക്കി വെച്ച് 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 പെട്ടെന്നൊരു ദിവസം പൊട്ടിത്തെറിക്കുക. അത് എല്ലാത്തിൻ്റെയും ഒരു അവസാനം എന്നുള്ള രീതിയിൽ ആയി പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്ന് പറഞ്ഞ പോലെയുള്ളൊരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു കണക്ഷന് നല്ല രീതിയിലുള്ള ബ്രേക്ക് അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു വന്നതായിട്ടും പറയാം. എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നേരത്തെ എന്തൊക്കെ ഉണ്ടായിരുന്നോ ചിലപ്പോൾ വളരെയധികം നമ്മൾ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ അത്രയും ആ ഒരു സെലിബ്രേറ്റ് ചെയ്ത് നടന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ അതിനകത്ത് വളരെ ഫൺ എലമെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള സംഗതികളൊക്കെ സംഭവിച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷേ കറൻറ്റ്ലി ഇതൊന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയാറുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സ്വരച്ചേർച്ച കംപ്ലീറ്റ്ലി പോയതായിട്ടും കാണാം. ഇവിടെ നമുക്ക് ആ ഒരു 3 എനർജിയും കയറി വന്നിട്ടുണ്ട്. മേ ബി ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് കോംപ്രമൈസ് ആക്കാനായിട്ട് ഇപ്പോൾ ഫാമിലി പോലെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ ഇടപെടാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് മറ്റാരുടെയെങ്കിലും ഒരു സപ്പോർട്ടുള്ള റിലേഷൻഷിപ്പും കൂടി ആയിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പുറമേ നിന്നുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എൻട്രി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു, അതായത് തീർത്തും പ്രശ്നത്തിലിരിക്കുന്നൊരവസ്ഥയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് കോംപ്രമൈസ് ആക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം അവർ തമ്മിൽ പരിഹരിച്ചിട്ട് തീരുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട്, ചിലപ്പോൾ കോമൺ ഫ്രണ്ട്സ് ആയിരിക്കാം, ഒന്ന്
മയപ്പെടുത്താനുള്ളൊരു ശ്രമമോ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കറൻറ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ചേഞ്ച് ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണാം. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണോ സംഭവിച്ചിട്ടുള്ളത് അതൊന്ന് മാറി ഒന്ന് സ്ട്രെങ്തൻ ആവാനായിട്ട് ഉള്ള ഒരു കാര്യങ്ങൾ ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുറമേ നിന്നുള്ള ഒരു സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് കിട്ടുന്നുണ്ടാവും. ചില റിലേഷൻഷിപ്പൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫാമിലി പോലെയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയൊക്കെ അകന്ന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ നോക്കാറുണ്ട്, അല്ലെങ്കിൽ പോകാനായിട്ട് ശ്രമിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് കോംപ്രമൈസ് ചെയ്യിപ്പിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെയുള്ളൊരു എനർജി നമുക്ക് എവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഇതിനകത്ത് ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല എന്നുള്ളത് നമ്മളിവിടെ എടുത്ത് പറയേണ്ടുന്നൊരു കാര്യമാണ്. ഈ ഒരു ഹോൾ സ്പ്രെഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ട്ണറോട് ഉണ്ടാവുന്ന ആ ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ ആ ഒരു സ്നേഹം രണ്ടുപേരുടെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കുന്നില്ല എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം. ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇതിനകത്തില്ല. ഇപ്പോൾ ഈവൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ ഇതിനകത്ത് തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ഒരു ശ്രമം നടത്തിയാൽ പോലും അതൊരു യഥാർത്ഥമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ വിട്ടു പോകരുത് എന്നുള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെയധികം ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് യോജിച്ച് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായും കാണാം. സ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നതായിട്ട് കാണാം. ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് എന്തൊക്കെ ശ്രമങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പക്ഷേ തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നായിരിക്കാം ഇത്രയധികം ഒരു റിലേഷൻഷിപ്പ് വിചാരിച്ച പോലെ വരുന്നില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഒരു ദേഷ്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവാം. ആ ഒരു സഡൻ ഡിസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ സംഭവിച്ച് ഇതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു കോംപ്രമൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒട്ടും ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ വളരെയധികം ഡിറ്റാച്ച്ഡ് ആയിട്ട് വളരെ ഐസൊലേറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയും നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻറ്റൻഷൻ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവാം. ചിലപ്പോൾ നേരത്തെ ഇവരെ ഒരുപാട് ട്രസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഒരു ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഇടുത്തി പോലെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നതും പരസ്പരം കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതൊക്കെ ആ ഒരു സ്റ്റേജിലാണ്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുറമേ ചിലപ്പോൾ കാണുന്നവരുടെ മുന്നിൽ വളരെയധികം നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു റിലേഷൻഷിപ്പ്, ഇപ്പോൾ ഈവൻ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു യഥാർത്ഥ സൈഡ് എന്താണെന്ന് ഈ ഒരു വ്യക്തിയും തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു ഇൻസിഡൻസ് ഒക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിലും അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ഫ്രീഡം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പൊസസീവ്നെസ്സോ അല്ലെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനകത്തൊരു കടിഞ്ഞാണിടുന്ന ഒരവസ്ഥയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒന്നും കൂടി കൂടുതലൊരു പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയേക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു എനർജീസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വളരെയധികം കുറവുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഈ ഒരു സ്പ്രെഡിനകത്തെ അങ്ങനെയുള്ള ഒരു അത്രയും ഒരു ഇൻറ്റിമസിയിലേക്ക് അവർ വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാം. ചിലപ്പോൾ പാസ്റ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ കറൻറ്റ്ലി ഈ പറഞ്ഞതുപോലെയുള്ള ഒരു അവർക്കിടയിൽ ഒരു കോൾഡ് വാർ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപക്ഷെ തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റേജ് മാറും, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സൈക്കിൾ എൻഡ് ആവും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലാണെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിലും ഇങ്ങനെയുള്ളൊരു പാറ്റേൺ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഭയങ്കരമായിട്ടൊരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് യോജിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിലേക്ക് വരുന്ന പോലെയുള്ള ഒരു എനർജി ഉണ്ടെങ്കിലും വീണ്ടും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു മറ്റാരുടെയെങ്കിലും ഒരു ഹെൽപ്പോ കാര്യങ്ങളൊക്കെ കിട്ടി ഒന്നത് ബോണ്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും ഇതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ വളരെ എവിഡൻ്റ് ആണ്. അപ്പോൾ നമുക്കിനി നോക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളോടിപ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത്.
Six of Swords, Empress, Six of Cups, Ten of Wands, Page of Swords, Ace of Swords, Knight of Coins, Six of Wands. ഇനി നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പാസ്റ്റിൽ ചിലപ്പോൾ ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും പരസ്പരം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ കറൻലി ഈ ഒരു പേഴ്സൺ അതെല്ലാം ഹീൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു ട്രോമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിനകത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതിൽ നിന്ന് വളരെയധികം ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് മാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ പരസ്പരം വേദനിപ്പിച്ചിട്ടുണ്ടായിട്ടുള്ള മുറിവുകളാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഹീലായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കാണാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഈ ഒരു റിലേഷൻഷിപ്പിന് അവർക്ക് കറൻ്റ്ലി എത്രത്തോളം ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം. ഇതിനകത്ത് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത്, ഇമ്പ്രൂവ്മെൻറ്റ്, ആ ഒരു ഫെർട്ടിലിറ്റി ഉണ്ടാവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി പാസ്റ്റിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഒരു ലോങ് ടേം ആയിട്ടുള്ള ബന്ധമോ അല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റ് മുതലേ ഉള്ള വ്യക്തികളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്തായിരുന്നു, ആ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു ഡെപ്തിലേക്ക് ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പ് വളരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിലവിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു അല്ലെങ്കിൽ സ്ട്രെസ്ഫുള്ളാക്കുന്നു എന്നുള്ളത് കാണാം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും ഈ പറഞ്ഞതുപോലെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരിക്കും കറൻലി ഉണ്ടാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെയധികം സൈലൻ്റ് ആയിട്ടിരിക്കുന്നൊരവസ്ഥയോ ഓൺ ആൻഡ് ഓഫ് പാറ്റേൺ ഒക്കെ ആയിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം അവർക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പും നല്ലൊരു രീതിയിലേക്ക് മാറണം, ഒരു ഷിഫ്റ്റ് ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹം നമുക്കിവിടെ വളരെ കാര്യമായിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ ഒരു വ്യക്തി എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഒരു നോ കോൺടാക്റ്റ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വരുത്താനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളെന്തെങ്കിലും ക്ലാരിറ്റി ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിപ്പോയൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് മിസ്റ്ററീസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അവരിപ്പോൾ അതെല്ലാം വെളിപ്പെടുത്തണം എന്നവരാഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർക്കിനി തുടർന്നുകൊണ്ട് പോകാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ പരസ്പരം ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക എന്നുള്ളത് അവർക്ക് അറിയുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പ് നമുക്കവിടെ കാണാമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് അതിനകത്തുള്ള എന്ത് മുറിവുകളാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഈ ഒരു വ്യക്തിയിൽ നിന്ന് വേദനിപ്പിക്കപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ അതെല്ലാം ഹീലായി ശാന്തമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള അവരുടെ ആ ഒരു തീവ്രമായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും വരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ ഒരു നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ചിലർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവണം. അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉടൻ വരുന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു നല്ല രീതിയിൽ പോകാൻ അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതിന് ചിലപ്പോൾ കുറച്ചൊരു സമയം എടുത്തു കഴിഞ്ഞാലും സാരമില്ല, ഇത് നല്ല രീതിയിൽ പോയാൽ മതി എന്നുള്ളൊരു ചിന്താഗതി നമുക്കിവിടെ കാണാം. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ കുറച്ചൊരു സമയം എടുത്തു കഴിഞ്ഞാലും നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്ന പോലെ ചിന്തിക്കുന്നത് ഇതിനകത്ത് ആ ഒരു തേർഡ് പാർട്ടി ഇഷ്യൂസ് വളരെ കൊടുമ്പിരിക്കൊണ്ട് അവരുടെ ലൈഫിൽ അപ്പുറത്തൊരു ഭാഗത്ത് നടക്കുന്നത് കൊണ്ട് കൂടി ആയിരിക്കാം. ചിലപ്പോൾ അവരെക്കുറിച്ചായിരിക്കാം നിങ്ങളോട് ഹോണസ്റ്റായിട്ട് പല കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി നമുക്ക് കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു വിന്നിങ് എനർജിയാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ തേർഡ് പാർട്ടി സ്പ്രെഡ് ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി വരിക എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഹൈഡിങ് ആയിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളതൊക്കെ എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടിയുടെ മുന്നിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ പ്രൗഡായിട്ട് കാണിക്കണം എന്നുള്ളൊരു എനർജിയാണ്. ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു മൊമെൻറ്റ്. അത് നമുക്ക് വളരെയധികം എക്സ്പ്രസീവായിട്ട് ഇവിടെ കാണാം.
നമ്മൾ നേരത്തെ തേർഡ് പാർട്ടി ആയിട്ടുള്ള സ്പ്രെഡിൽ കണ്ടതുപോലെ തന്നെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ടോക്സിക് ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സമയമൊക്കെ കൂടി ആയതുകൊണ്ടായിരിക്കാം ആ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ട് നമ്മളിവിടെ കണ്ടതുപോലെ നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് എത്ര നല്ലതാണ് അല്ലെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആണ്, എത്ര അവർക്ക് സപ്പോർട്ടീവ് ആണ് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഇവിടെയുള്ള എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ അതിനകത്ത് ഒട്ടും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് തന്നെ കാണാം. പിന്നെ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിപ്പിക്കുന്നത് കൊണ്ടൊക്കെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ബന്ധമാണെന്ന് പറയാം. അങ്ങനെയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് അതിനെക്കുറിച്ച് പറയാനും കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാവുന്നതിനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.